Hi everyone, this is Pooja Johnson and Isabella. welcome back to Rinse's Rinse's Kitchen Kitchen and Vlogs. Yeah. So, ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഇവിടെ വീട്ടിൽ എന്താ ഒരു 12 വെറൈറ്റി ചക്കകളുണ്ട്. അതിൽ 6 കാഴ്ച നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ചേട്ടനോട് ചോദിക്കാനും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനെ വിളിക്കാം. ശരിക്കും ഈ 6 വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് നോ ഐഡിയ അല്ലേ. അപ്പം നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പേര് പറഞ്ഞാൽ തുടങ്ങാം അല്ലേ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അബ്ദു. അപ്പോൾ ചേട്ടാ, ഞാൻ കേട്ടു ഇവിടെ 12 വെറൈറ്റി പ്ലാവുകളുണ്ട്, അതിൽ 6 കായ്ച്ചു എന്ന്. ശരിക്കും ഈ 12 വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പാടെ കണ്ടിട്ടുള്ള ഒരെണ്ണമൊക്കെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ചക്കയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ? ഇത് ഒരുപാട് വെറൈറ്റി പ്ലാവ് എവിടെ നിന്നാണോ നല്ല വെറൈറ്റീസ് കിട്ടുന്നത് അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നോക്കിയതിന് ശേഷമാണ് അതിന് തൈ ഉൽപ്പാദിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ശരിക്കും തേൻപരിക്ക വെറൈറ്റി അല്ലേ കണ്ടുള്ളൂ. പഞ്ചക്ക ഒരുപാട് വിദേശ ഇനങ്ങളുണ്ട്. വിയറ്റ്നാം സൂപ്പർ എർലി, ചെമ്പടാക്ക് ചീനി, പത്താമുട്ടം, അങ്ങനെ ഒരുപാട് സീഡ്ലെസ് പ്ലാവ്, സിദ്ധു, ഒരുപാട് വെറൈറ്റി പ്ലാവുകൾ. അതൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ഇത് നിങ്ങളെ പിന്നിലുള്ള ആദ്യം എന്റെ ബാക്കിൽ ഒരു ചക്ക കിടപ്പുണ്ട്. ഇത് ചെമ്പടാക്ക് ചീനി എന്ന് പറയും. ചെമ്പടാക്ക് വേറെയാണ്, അത് ഇവിടെ ഉണ്ട്. ചെമ്പടാക്ക് ഉണ്ട്, ചെമ്പടാക്ക് ചീനി. പക്ഷെ ഇതൊരു പഴഞ്ചക്കന്റെ ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലുണ്ടാകുന്ന പഴഞ്ചക്കല്ല, അതിന്റെ സാധാരണ പഴഞ്ചക്കല്ല, നമ്മളെ ഈ ഒരു വരിക്കച്ചക്കും പഴഞ്ചക്കില്ല. ഇത് പഴഞ്ചക്കന്റെ ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ പിന്നെ കറി വെക്കാനും ബാക്കി പിന്നെ തോരൻ ഇതിനെല്ലാം പൊരിക്കാനൊക്കെ ബെസ്റ്റ് സാധനം. പിന്നെ അതെല്ലാം ഇഷ്ടംപോലെ കായ ഉണ്ടാവും. കണ്ടില്ലേ? അല്ല, നല്ല വലുപ്പം ഉണ്ടാവും. നല്ല വലുപ്പം. അല്ല, മരം ഇത് ശരിക്കും 2-2.5 വർഷമായ തയ്യാണ്. പെട്ടെന്ന് കായ്ക്കും. നിറയെ കായ ഉണ്ടാവും. ഇതിന്റെ കണ്ണ് കണ്ടില്ല, ഈ കണ്ണി വണ്ണുള്ള ചക്കകളൊക്കെ വലിപ്പം ഉണ്ടാവും. ഹെവി ആയിരിക്കും. ഒരു 20 കിലോ 15 കിലോ ഒക്കെ എന്തായാലും ചക്ക ഉണ്ടാവും. ഏത് ചക്ക നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഈ ഭാഗമല്ലേ, ഇത് വണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇത് മാങ്ങി അങ്ങനെ തന്നെയാണ്, കണ്ണ് വലിപ്പം ഉണ്ടാവും. ഈ വിയറ്റ്നാം സൂപ്പർ എർലിന്റെ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. ഈ ഭാഗമല്ലേ, അത് ചക്ക വലുതാകുമോ എന്നുള്ള അറിയാനുള്ള ഒരു അടയാളാണത്. അപ്പൊ ചേട്ടാ, ഈ ചെമ്പടക്ക ചീനിയുടെ യൂസസ്, അതിന്റെ പ്രത്യേകതയൊക്കെ എന്തൊക്കെയാണ്? ഇത് നോർമൽ ചക്ക ഉപയോഗിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതായത് കറി വെക്കുക, പിന്നെ ഉപ്പേരി ഉണ്ടാക്കുക, ചക്കപ്പുഴുക്ക്, ഇതിനെല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഇതൊരു മെഡിസിൻ പ്ലാന്റ് കൂടിയാണ്. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമ്മൾ ഇവിടെ വളരെ കുറവാണ് ഇത് കായ്ക്കുന്നതല്ല, ആരും നട്ടിട്ടുണ്ടാവില്ല. തൈ റയറായിട്ടേ കിട്ടുള്ളൂ, എല്ലായിടത്തും അവൈലബിൾ അല്ല ഇതിൻ്റെ തൈ. കിട്ടിയത് ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. വിദേശത്തു നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. വേറെ എന്തൊക്കെയാണ് ഈ ചക്കനെ കുറിച്ച് പറയാനുള്ളത്? ചക്ക നല്ലൊരു ഔഷധമാണല്ലോ. ക്യാൻസറിന് വരെ ആൾക്കാർ ഇപ്പൊ ചക്കല്ലേ ഉപയോഗിക്കുന്നത്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇപ്പം അതിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. മാക്സിമം പ്ലാവുകൾ നട്ടിട്ട് ഇതിന് ചക്ക ഉപയോഗിക്കുക. ക്യാൻസർ ഒരേ രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ള സാധനമാണ് ചക്ക. മാത്രമല്ല, ഈ മുള്ളുള്ള എല്ലാ ഫ്രൂട്ട്സുകളും അങ്ങനെയാണ്. ചക്ക മുള്ളാത്തൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഫ്രൂട്ട്സുകൾ അതൊക്കെ പെട്ടത് തന്നെയാണ് ചക്ക. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാ? ഇതിന്റെ ടേസ്റ്റ് പിന്നെ ഈ ഒരു പഴഞ്ചക്കന്റെ ടേസ്റ്റ്, നമ്മുടെ നാട്ടിലെ പഴഞ്ചക്കല്ല, സാധാരണ നാട്ടിലെ പഴഞ്ചക്കന്റെ ടേസ്റ്റ്. ചൗണി കുറവായിരിക്കും, നല്ലോണം അതിൻ്റെ ഉള്ളിൽ ഈ ചോള ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല കുരുള്ള ടൈപ്പ്. അപ്പൊ ഇതിന്റെ ഏതാണ്ട് ഒരു കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ചെമ്പടക്ക ചീനി എന്താന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇപ്പം ഇനി അടുത്തത് എങ്ങോട്ടാ കേട്ടോ? അടുത്ത നോക്കാം, നമുക്ക് അടുത്ത പ്ലാവ് കാണിച്ചു തരാം. പോവാം. ചേട്ടപ്പം ഇത് ഏത് ടൈപ്പ് ചക്കയാണ്? ഇത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ബാരലിൽ വേണം സെറ്റ് ചെയ്യാം, ടെറസിന്റെ മുകളിലൊക്കെ ചെയ്യാം. 1.5 വർഷം കൊണ്ട് കായ്ക്കും. 1.5 വർഷം കൊണ്ട് ഹെവി ആവില്ല. പ്ലാവ് വലിയ പ്ലാവ് ഒന്നും ആവില്ല. നമുക്ക് പ്രൂണിങ് ചെയ്യാം. അപ്പോൾ അടി കണ്ടില്ല ഇഷ്ടംപോലെ. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസം മുമ്പേ ചക്ക വിൽക്കൽ തുടങ്ങിയതാണ്. ചക്ക അങ്ങനെ ലൈവ് ഉണ്ടാവും. ശരിക്കും ഇത് ഓൾ സീസൺ എന്നാണ് പറയുക. ഓൾ സീസണായിട്ടൊന്നുമില്ല. പ്ലാവിൻ്റെ സമയം, ചക്കൻ്റെ സമയം കഴിഞ്ഞു. എന്നാലും നേരത്തെ കിട്ടും, അവസാനം വരെ ഉണ്ടാവും ചെയ്യും. ലാസ്റ്റ് വരുന്ന ചക്ക കുറച്ച് ചെറുതായിരിക്കും. കണ്ടില്ലേ, നിലത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അല്ല, ലേറ്റ് ആയിട്ട് വരുന്നില്ല, അവസാനം. സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നത് ഭയങ്കര ഹെവി ആയിരിക്കും.
സോ ഇതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ്? നല്ല ടേസ്റ്റ് അത്. ഒരു മഞ്ഞ കളർ ഉണ്ടാവുക, മഞ്ഞ കളർ. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോണി വളരെ കുറവായിരിക്കും. നമുക്ക് മാങ്ങ കഴിക്കുന്നതിൽ കഴിക്കാം. മാങ്ങ കഴിക്കുന്ന മാതിരി. ഇപ്പൊ ഇതിന്റെ സൈസ് ഒക്കെ എങ്ങനെയാവും? സൈസ് ഒരു 2 കിലോ 3 കിലോ. വലിയ ഹെവി ഒന്നല്ല, വലിപ്പം കൂടുതലുണ്ടാവും, പക്ഷെ എണ്ണം കൂടുതലുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്രയും സൈസേ ആവത്തുള്ളൂ അല്ലേ? അപ്പൊ ഇതിന്റെ യൂസസ് ഒക്കെയോ? സാധാ ചക്ക ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കാം എല്ലാ കാര്യത്തിനും. പിന്നെ നമുക്ക് തോരൻ വെക്കണ ബാക്കിയുള്ള എല്ലാം ചക്ക ചെയ്യുന്നില്ല അതേമാതിരി. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പഴുത്ത് കഴിക്കാനാണ് ടേസ്റ്റ്. പഴുത്തിട്ട് നമുക്ക് നല്ല മധുര, സൂപ്പർ മധുര. അപ്പം ബാക്കി ചക്കകളിൽ നിന്ന് ഈ ചക്ക എങ്ങനെ ഡിഫറെന്റ് ആവുന്നു? ഡിഫറെന്റ് ആവുന്ന ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ. ടേസ്റ്റ് കൊണ്ട്. അപ്പൊ കുരു കാര്യങ്ങളൊക്കെ കുരുവെല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്കിനി അടുത്ത പ്ലാവിലോട്ട് പോവാം. ഇത് തേൻവരിക്ക. നമ്മുടെ സാധാരണ തേൻവരിക്ക തന്നെയാണോ ചേട്ടാ ഇത്? അസാധാരണ തേൻവരിക്ക. അത് ഇത് ശരിക്കും ഈ നാട്ടിൽ നിന്ന് ഉള്ളതല്ല. ഇത് പിന്നെ കോയൽമന്ദം, പൊള്ളാച്ചി കോയൽമന്ദത്തിൽ നിന്ന് ഈ തൈ കൊണ്ടുവന്നത്. ഇവിടുത്തെ തേൻവരിക്ക കായ്ക്കണ ഒരുപാട് വർഷം എടുക്കൂലേ? ഇത് ശരിക്കും 3 വർഷം 2.5-3 വർഷം കൊണ്ട് കായ്ക്കും. 3 വർഷത്തിനുള്ളിൽ കായ്ക്കും. അപ്പം ഈ ചക്കയുടെ പ്രത്യേകത ഇതിനൊക്കെ നല്ല വലുപ്പമാവാനുള്ളതായിരിക്കും. ചക്ക നല്ല വലുപ്പം ഉണ്ടാവും. തേൻവരിക്ക ഏകദേശം 20-25 കിലോ ഒക്കെ വരും. 25 കിലോ ഉള്ള ചക്കയാണ്. വലിപ്പം ഉണ്ടാവും, പക്ഷെ എണ്ണം കുറവായിരിക്കും പ്ലാവില്. അപ്പോൾ നമുക്ക് കറി വെക്കാനും ഒരു വീട്ടിൽ ഒരു ചക്ക ഒരു വീട്ടിലേക്ക് മുഴുവൻ ഉണ്ടാവും. നല്ല കുരു നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെക്കാനൊക്കെ. തേൻവരിക്കൻ്റെ കുരുവിൻ്റെ അത്ര ടേസ്റ്റ് വേറെ കുരുവിനുണ്ടാവില്ല. കറി വെക്കാൻ ഉപയോഗിക്കുന്നില്ല. ചക്കക്കുരു നല്ല സാധനമാണ്. അതിൻ്റെ ഉള്ളിലെ മുകളിലുള്ള ഫൈബർ നല്ല മെഡിസിനാണ്. നമ്മളറിയാഞ്ഞിട്ടാണത്. ചക്ക കുരു കറി വെക്കാൻ നല്ലതാണ്. അത് കളയാൻ പാടില്ല, അതിൻ്റെ ഫൈബർ. പിന്നെ അതിൻ്റെ ചുള വലിപ്പം ഉണ്ടാവും, നല്ല വലിപ്പം ഉണ്ടാവും. അത് കഴിക്കാനൊക്കെ. ഓറഞ്ച് കളർ, തേൻവരിക്ക ഓറഞ്ച് കളർ ഉണ്ടാവും. പിന്നെ ഇതിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നല്ല മധുരമായിരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ വരിക്കച്ചക്കയാണ്. നമ്മുടെ ചക്കന്റെ എല്ലാ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ചക്ക മൊത്തത്തിൽ ചക്ക മെഡിസിൻ ആണല്ലോ. അതെ. ഓക്കെ. അപ്പൊ ഇത് തേൻവരിക്ക. ഇനി അടുത്ത ചക്കയിലേക്ക് പോവാം നമുക്ക്. വരി. അപ്പൊ ഇത് ഏത് വെറൈറ്റി ചക്കയാണ് ചേട്ടാ? ഇത് ടാങ്സൂരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ടാങ്സൂരി. നല്ല ഷേപ്പ് ഉണ്ട് ചക്ക. നീളത്തിൽ നല്ല വെയിറ്റ് ഉണ്ടാവും ഈ ചക്ക. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത 100% അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ വർഷം കായ്ച്ചതാ. പുതിയതാ. ഈ പ്ലാവിന് 2.5 വർഷമായി. 2.5 വർഷമായി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ടേസ്റ്റ് ഇനി ഇത് വലുതായതിന്റെ ശേഷം വലുതായി കഴിഞ്ഞ് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം. പറഞ്ഞുതരാം. കമ്പനി പറഞ്ഞ നല്ല ചക്കയാണെന്നാണ്. ഹോം ഗ്രൗണ്ട് ആണിത്, അവരുടെ പ്ലാന്റേഷനാണ്. അപ്പൊ എന്തായാലും നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, എല്ലാ പ്ലാവിലും ഉണ്ട് ഈ തേനീച്ച കൂടും. അതെന്താ ചേട്ടൻ ആ കൂടെ വളർത്തുന്ന? തേനീച്ച ഇത് നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. തേനീച്ച ഉണ്ടായാലേ പോളിനേഷൻ ആവുള്ളൂ. നമുക്ക് ഒരു പ്ലാന്റേഷൻ ആണെങ്കിൽ മസ്റ്റ് അതിൽ തേനീച്ച വേണം. ഒന്നുകിൽ ചെറുത്, അല്ലെങ്കിൽ ഈ ടൈപ്പ്. എനിക്ക് ഇവിടെ ബോക്സിലുണ്ട്, പെട്ടിയിൽ തേന് നമുക്ക് ആവശ്യത്തിലുള്ള തേൻ നമ്മൾ എടുക്കും ബോക്സിൽ. പോളിനേഷൻ ആവണമെങ്കിൽ ഈച്ച വേണം. അതെ, ഞാൻ അതിൽ തേനൊന്നും എടുക്കൂല. അവരങ്ങനെ ഫ്രീ ആയിട്ട് വിടല. അപ്പോൾ അവരങ്ങനെ ഡിവൈഡ് ആയിട്ട് സുരക്ഷിതമാണല്ലോ. ഇവിടെ ഒന്നും ആരും ആക്രമിക്കുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ മിക്ക മരത്തിലുണ്ടാവും. മാവിനൊക്കെ പോളിനേഷൻ ആവണം നിർബന്ധമായിട്ട് ഇത് വേണം, തേനീച്ച വേണം. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ചക്കേനെ കുറിച്ചും പ്ലാവിനെ കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു. പക്ഷെ നമ്മളിത് എങ്ങനെ നടുന്നു, എന്ത് വളമാണ്, എത്ര കാലം കൂടുമ്പോഴാണ് അത് കായ്ക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ചേട്ടൻ പറഞ്ഞു. ആ ചോദ്യമാണ് ഏറ്റവും വളരെ കർഷകർക്ക് വേണ്ട ഒരു ചോദ്യമാണ്. അതായത് ഇന്ന് കേരളത്തിൽ മിക്ക കർഷകർക്കും പിന്നെ മാവ് നട്ട് കഴിഞ്ഞാൽ ഒരു മാവ് കായ്ക്കുന്നില്ല. കാരണം എന്താ പറയുക, പ്ലാവിൻ്റെ ചോട്ട് കൊണ്ടുപോയി മാവ് നടും. മാവിന് ശരിക്കും 6 മണിക്കൂർ കണ്ടിന്യൂറ്റ് വെയിലടിക്കണം, എന്നാലേ മാവ് പൂക്കുള്ളൂ, കായ്ക്കുള്ളൂ. അതേസമയത്ത് പ്ലാവിനാണെങ്കിൽ അത്ര വെയിൽ വേണ്ട, എന്നാലും വെയിൽ വേണം. വെയിൽ നിർബന്ധമുള്ള കാര്യമാണല്ലോ. പിന്നെ അതിൻ്റെ കൾട്ടിവേഷൻ രീതി, അപ്പം ഐഡൻസിറ്റി ഫാമിംഗ് ആണോ പിന്നെ നോർമൽ ഫാമിംഗ് ആണോ, ഏത് രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് 1 മീറ്റർ സ്ക്വയർ കുഴി എടുക്കണം. വലിയ കുഴി, JCB ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വലിയ കുഴി മാക്സിമം എടുത്തതിന് ശേഷം അതിൽ കുമ്മായിടുക. കുമ്മായിടുന്നത് എന്തിനാ വെച്ചാൽ അമ്ല റീസൈക്കിൾ ആക്കുക. അതായത് മണ്ണിലുണ്ടാകുന്ന pH വേരിയേഷൻ അതിനെ കൺട്രോൾ ചെയ്യാനാണ് കുമ്മായിട്ടിട്ട് അമ്ല റീസൈക്കിൾ ആക്കിയിട്ട് ഒരു 10 ദിവസം വെക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ ദിവസം ചപ്പ്, ചവല അങ്ങനത്തെ സാധനങ്ങൾ, അത് പച്ച ചകിരി ഉപയോഗിക്കരുത്.
പച്ചച്ചകിരില്ലേ, അതിൽ ശരിക്കും ഒരു അതിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാവും, ഒരു ചുവന്ന കളറുള്ള. അത് ശരിക്കും പോയിസനാണ്. കയ്യിൽ നിന്ന് ചവേല ഇഷ്ടംപോലെ ഈ അടിച്ചു വാരി ഇടുന്ന കച്ചറകളൊക്കെ അല്ലേ, അങ്ങനത്തെ കച്ചറകൾ എല്ലാം ഇട്ടിട്ട് പകുതി ഇടുക. എന്നിട്ട് അതിൽ കുറച്ച് ചാണപ്പൊടി, വേപ്പ് മണ്ണാക്ക്, അല്ല ആട്ടുംകാട്ടം, അതല്ലെങ്കിൽ എല്ലുപൊടി, ഏതാണ് വളം യൂസ് ചെയ്യുന്ന വെച്ചാൽ വളം ഇട്ടതിന് ശേഷം കുയ്യ് മൂടിക്കള, മുഴുവൻ മൂടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ല ചെറിയൊരു കുയ്യ് എടുത്തിട്ട് പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും കുയ്യിലേക്ക് ഇറക്കി വെക്കരുത്. അപ്പോൾ ഞാൻ ഇപ്പം ജൂൺ 5-നൊക്കെ പ്ലാന്റേഷനൊക്കെ ചെയ്യുന്നില്ല കുറേ ആൾക്കാർ, അതിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് മുഴുവനും കുയ്യിൻ്റെ അടിയിൽ വെക്കുക. പിറ്റേത്തെ വർഷം ആ കുയ്യ് തന്നെ വെക്കാം, ഓൽക്ക് സുഖമാണ്, വേറെ കുയ്യ് എടുക്കേണ്ടില്ല. കാരണം ചെടി ജൂൺ ജൂലൈയിൽ മഴ പെയ്യുമ്പോൾ വേര് മുഴുവൻ ചീഞ്ഞു പോകും, പിന്നെ ആ ചെടി ഉണ്ടാവില്ല. ഏത് പ്ലാന്റ്, മാവ്, പ്ലാവ്, എന്ത് ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താ പറയുക, പൊക്കി വെക്കുക. കുയ്യിനേക്കാൾ 2 ഇഞ്ച് പൊക്കി വെച്ചിട്ട് റൗണ്ടിലേ വെള്ളം നിൽക്കാവും. ഒരു കാരണവശാലും കുയ്യിൽ വെള്ളം നിൽക്കാൻ പാടില്ല. പപ്പായ പ്രത്യേകിച്ച്, പപ്പായൊക്കെ ശരിക്കും നമ്മൾ നടേണ്ടത് എങ്ങനെയാ വെച്ചാൽ വേരിലേക്ക് സൂര്യപ്രകാശം അടിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ പപ്പായ പലരും പറയുന്നില്ല, അതിൻ്റെ ഇല ചുരുണ്ട് പോകുന്നുണ്ട്, ഇല മഞ്ഞ കളറാകുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് നിറയെ പപ്പായ ഉണ്ട് ഇഷ്ടം പോലെ. പപ്പായ ഏറ്റവും ടോപ്പിൽ വെക്കുക. അത് ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മൾ ഈ പടുവള മുളച്ചെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണത്. അതായത് വെറുതെ അങ്ങനെ എറിയുന്ന പപ്പായ അല്ല, കുരുവൊക്കെ, അതിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഭൂമിൻ്റെ മുകളിൽ നിന്ന് മുളച്ച് വന്നിട്ട് അതിൻ്റെ വേരിന് സൂര്യപ്രകാശം അടിക്കും. നമ്മൾ വലിയ കുയ്യെടുത്തിട്ട് വളമൊക്കെ ഇട്ട് വെക്കുന്നത് നശിച്ചു പോവുകയും ചെയ്യും. കൾട്ടിവേഷൻ രീതി അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മാവാണെങ്കിലും ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നടീൽ രീതി. പച്ചക്കറിക്കുണ്ട് അത്. പച്ചക്കറി ഉണ്ടല്ലോ, ഞാൻ ഇഷ്ടംപോലെ പച്ചക്കറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വലിയ പൈസ കൊടുത്ത് നഴ്സറി പോയിട്ട് പ്ലാവ് തയ്യും മാത്തയ്യൊക്കെ വാങ്ങിക്കൊണ്ടുവരും. വളരെ അത് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം നമുക്കറിയില്ല. അതാണ് അത് പിള്ളേരെ പഠിപ്പിക്കണം, മെയിനായിട്ട് അതാണ്. പിള്ളേരെ ഇപ്പോൾ പുറത്തിറക്കൂലല്ലോ, പിള്ളേർ മണ്ണിൽ ചവിട്ടാൻ സമ്മതിക്കൂല, അച്ഛന്മാരുടെ കൂടെ അങ്ങനെ കണ്ടത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല, മൊബൈലായിട്ട് കളിപ്പിക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ അവർ വലുതായി ഇപ്പോൾ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ മിക്കവും എഞ്ചിനീയർമാരും ഡോക്ടർമാരും വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ, അവരൊക്കെ ഇപ്പം കൃഷിയിലേക്ക് വരികയാണ്. നേരത്തെ വന്നില്ല, അവരെ രക്ഷിതാക്കൾ കൃഷിക്കാരായിരുന്നു, പക്ഷേ അവർക്കിപ്പോൾ കൃഷി ചെയ്യണം തോന്നുകയാണ്. പക്ഷെ അവരിഞ്ഞ് തലക്കം തുടങ്ങണം, സ്റ്റാർട്ടിങ് തുടങ്ങണം. അതും പിന്നെ ഹാർട്ട് വരെ മാറ്റി വെക്കുന്നതിൽ സർജറി ഒക്കെ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ബഡ്ഡിങ് അറിയില്ല. വെറുതെ ഒരു മാവിൻ്റെ തൈ ബഡ് ചെയ്യാൻ അവർക്ക് അറിയില്ല, പഠിക്കുന്നില്ല. ഇനി എന്താ പറയുക, ഈ പുതിയ തലമുറ ഈ വിദേശ രാജ്യങ്ങളിൽ, ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ സ്കൂളിൽ മിനിമം 2 പീരീഡെങ്കിലും ഇതാണ് പഠിപ്പിക്കുന്നത്. അഗ്രികൾച്ചർ പ്രാക്ടിക്കലായിട്ടും പഠിപ്പിക്കും. നെല്ലൊക്കെ ഒരു പറമ്പിൽ ഇറങ്ങിയിട്ട് നെല്ല് നടുന്ന രീതി വരെ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ അതിലേക്ക് പോകണം. ഇനി നിർബന്ധമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, വീട്ടിലെങ്കിലും പഠിപ്പിക്കണം. അല്ല, രക്ഷിതാക്കൾക്ക് അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനക്ക് അറിയാം, പക്ഷെ നിങ്ങൾ പഠിക്കാത്ത നിങ്ങളെ ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ പഠിപ്പിക്കും. അത് പഠിച്ച് ഡോക്ടർ എഞ്ചിനീയറായിട്ട് പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പോസിറ്റീവ് എനർജി വേണമല്ലോ, അതിലത് ഉണ്ടാവില്ല. കൃഷിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കൊരു സംതൃപ്തി. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ആ സംതൃപ്തി ഉണ്ടാകുമ്പോൾ നമുക്കിത് പഠിക്കാൻ കഴിയില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഒരു 10 സെൻറ്റ് സ്ഥലമുള്ളവനാണെങ്കിലും കൃഷി ചെയ്ത് അത് പഠിപ്പിച്ച് വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം നിർബന്ധമായിട്ട്. അത് മാവും പ്ലാവും നിങ്ങൾ പുറത്തു പോയി വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ നല്ല കായ്ക്കുന്ന ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് നിങ്ങൾ വീട്ടിൽ പോയി ഗ്രാഫ്റ്റ് ചെയ്താൽ മതി. പൈസ അതുമല്ല, പൈസൻ്റെ മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ. അത് നല്ല മാവാണോ ചീത്ത മാവാണോ, നിങ്ങളെ മണ്ണിൽ pH കറക്റ്റായിട്ട് അതിലുണ്ടാവുമോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇതിൻ്റെ ഒരു കമ്പെടുത്ത് നിങ്ങളെ വീട്ടിൽ വെച്ചാൽ മസ്റ്റായി ടൈമിൽ കായ്ക്കും. കായ്ച്ചുകൊണ്ട് നിൽക്കുന്നതല്ലേ, നിങ്ങളെ നാട്ടിൽ കായ്ക്കുന്നതല്ലേ, അത് നിങ്ങളാ ആ പരിപാടി പഠിച്ചാൽ മതി, ആ ബഡ്ഡിങ്. അല്ല ചേട്ടാ, അപ്പം നമ്മൾ മാവിലൊക്കെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരു 50 വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രയും ചെയ്യാം. ഞാനിപ്പോൾ 30 എണ്ണം ചെയ്തിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. അപ്പൊ ഈ പ്ലാവിലൊക്കെ എങ്ങനെയാണ്? പ്ലാവിൽ ചെയ്യാം, പ്ലാവ് പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. വേണമെങ്കിൽ ചെയ്ത് നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പം ചേട്ടാ അതിന്റെ തൊട്ടപ്പുറത്ത് ഇഷ്ടം പോലെ കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ട്. അത് അതിന്റെ അടുത്തേക്ക് പോവാം. ഇത് എന്ത് വെറൈറ്റി ചക്കയാണ് ചേട്ടാ? ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഏത് വെറൈറ്റി എനിക്കറിയില്ല. ഇത് ഈ മൊത്തം പ്ലാവ് പ്ലാന്റ് ചെയ്ത കൂട്ടത്തിൽ വെച്ചതാണ്. സൂപ്പർ എയർലിൻ്റെ ഒരു ഇതായിട്ടാണ് തയ്യാൻ വെച്ചത്, വിയറ്റ്നാമിൻ്റെ. പക്ഷേ ഇത് 1.5 വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട്. ഈ ചക്കക്ക് ഒരു പ്രത്യേകമുണ്ട്, 20 കിലോ വരെ വരും. ഇത് കഴിഞ്ഞ വർഷം ഞാൻ കരുതി ഇത് 1 വർഷം മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് കരുതി. പക്ഷേ ഈ വർഷം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ പഴുത്തെടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ അതേ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്, നല്ല ചക്ക. പക്ഷേ ഇത് നല്ല ഹെവിയാണ്.
അപ്പോൾ ഇത് ഞങ്ങൾ ഈ വർഷം മുതൽ ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. ആണല്ലേ? സൂപ്പർ എയർലി നമുക്ക് 2 കിലോ 1 കിലോ അല്ലേ കിട്ടുള്ളൂ. അത് 20 കിലോയുള്ള സൂപ്പർ എയർലി കിട്ടിയാൽ തൈ നിർബന്ധമായിട്ട് ഉൽപ്പാദിപ്പിക്കണം. വേണം. സൂപ്പർ എയറിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട്. ഇത് ഇതിന് കറക്റ്റ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇനി ഏത് പേരാണെന്നറിയില്ല അതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കുക. പേര് നമുക്ക് കൊടുക്കാമല്ലോ, പുതിയ പേരുകളുണ്ടാകും. അങ്ങനെയാണല്ലോ അതാണല്ലോ കണ്ടുപിടിക്കുന്നത്. അത് ഈ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പ്ലാവിൽ നിങ്ങളൊരു 100 പ്ലാവിൻ്റെ കുരു നട്ടാൽ ആ 100 വെറൈറ്റി ചക്കകളായിരിക്കും. വെറൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഷേപ്പിലും ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. മാവിലുണ്ട് അങ്ങനെ. മാവ് ക്രോസില്ല, ഇപ്പോൾ ദശേരി നീലം എന്നൊക്കെ പറയുന്ന മാതിരി അതേമാതിരി ക്രോസിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പ്ലാവിലും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാവുകൾ നമ്മൾ നട്ട് കഴിയുമ്പോൾ അതിന് ചിലപ്പോൾ നല്ല വെറൈറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ സിദ്ധു പ്ലാവ് അങ്ങനെയാണല്ലോ. സ്വാഭാവികമായിട്ടും കർണാടകയിലെ ഒരു വീട്ടിൽ ഒരു പ്ലാവ് കായ്ച്ചതാണത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല. ചുവന്ന ചക്കല്ലേ, അത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം കായ്ക്കും. അത് സിദ്ധു, അതവരെ യൂണിവേഴ്സിറ്റിയാണ്, അത് സർക്കാരാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണ്ടായൊരു സംഭവം. അതിപ്പം മൊത്തത്തിൽ എല്ലായിടത്തും ആയി, കേരളത്തിൽ വന്നില്ലേ. അതുമാതിരി നടുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ചില ചക്കകൾ നമുക്ക് കിട്ടും. മാവിലും കിട്ടാറുണ്ട് അത്. അപ്പോൾ അങ്ങനെ ഒരു കിട്ടിയ സാധനമാണ് ഇത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പം തന്നെ അറുത്തിട്ട്. എന്നിട്ട് ടേസ്റ്റും ഓക്കെ ആണെങ്കിൽ, ഞാൻ ടേസ്റ്റ് നോക്കിയതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിനി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യും, മിക്കവും ഇതിൻ്റെ തന്നെ കുരു മുളപ്പിച്ചിട്ട് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കണേ. കാരണം എന്നാൽ കറക്റ്റ് ഇതിൻ്റെ സ്വഭാവങ്ങളൊക്കെ കിട്ടും. അത് കട്ട് ചെയ്താളല്ലോ എന്നാൽ. ചേട്ടാ, അപ്പോൾ ഈ ചെറിയ കായൊക്കെ വലുതാവാൻ ഹാർവസ്റ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ഇത് ചക്കത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണത്, പ്ലാവിനനുസരിച്ചാണ്. സൂപ്പർ എയർലിയൊക്കെ ശരിക്കും 2 മാസം കൊണ്ട് തന്നെ കായ് ഇതാക്കുന്നത്. തേൻവരിക്ക് 3 മാസം എടുക്കുന്നുണ്ട്. ചില പ്ലാവുകൾ കുറച്ച് ലേറ്റ് ആവും, ചിലത് പെട്ടെന്നാവും. ഇതൊക്കെ ശരിക്കും ഒരു 2.5 മാസം ആ റേഞ്ചിലാണ് വന്നത് കായിട്ട്. ഇപ്പോൾ പഴുത്തല്ലോ. പിന്നെ എനിക്ക് കാലാവസ്ഥയും തോന്നുന്നുണ്ട്. എനിക്ക് നല്ല വെയിലാണെങ്കിൽ മാങ്ങ ഒക്കെ പെട്ടെന്ന് മൂത്ത് പൈക്കാറുണ്ട്, നല്ല വെയിലാണെങ്കിൽ. അങ്ങനെ കാലാവസ്ഥയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പൈക്കാനും മൂക്കാനൊക്കെ. അപ്പോൾ ചേട്ടാ, ഈ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കുരു എടുക്കുമ്പോൾ കുരു മുളപ്പിക്കുന്ന കുരു സിമ്പിളാണ്. കുരു വെറുതെ എടുത്തിട്ട് കവറിലിട്ടാൽ മതി, അങ്ങ് മുളച്ചോളും. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, നമുക്ക് ബഡ് ചെയ്യണം. കണ്ണ് വെക്കലാണ് സാധാരണ പ്ലാവിന്. സ്റ്റോൺ ബഡ് അല്ല ചെയ്യൽ, കണ്ണെടുത്തിട്ട് ഒട്ടിക്കും. ഈ ചെറിയ കണ്ണില്ലേ ഇതിൻ്റെതാ, ഈ കണ്ണ് വെച്ചിട്ട് അതെല്ലാവർക്കും അറിയാം ചെയ്യുന്നു. ആണല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചക്കമ്മ അറുത്തെടുക്കാം അല്ലേ, കട്ട് ചെയ്ത് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ ശരിക്കും ഇവിടെ 12 വെറൈറ്റി പ്ലാവുകളുണ്ട്. അതിൽ 6 വെറൈറ്റി കായ്ച്ചിട്ടുണ്ട്. ആ കായ്ച്ചതിൻ്റെ ഡീറ്റെയിൽസും അതെങ്ങനെ നടണം, എങ്ങനെ വളർത്തണം എന്നുള്ള സകല കാര്യങ്ങളും ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ചക്ക മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എനിവേ, ദിസ് ഇസ് പൂജ ജോൺസൺ സൈനിങ് ഔട്ട്. ബൈ ആൻഡ് ടേക്ക് കെയർ. आराम से जाना. तो आप प्लान में शॉट करता है ना. ഞങ്ങളിത് തൂക്കി നോക്കി. അപ്പൊ ഇതിന് 19,300 തൂക്കമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് കെട്ടി നോക്കാം. കിട്ടൂലേ? ചോളെടുത്ത് കഴിച്ചു നോക്കുന്നു. വളരെ കുറവാന്ന് തോന്നുന്നില്ല, കാക്കയെന്ന് ചോദിക്കണം. ആ പൂജ പറ, അതിന് ഓർമ്മ എടുക്കുക. അപ്പൊ ഇതിന്റെ ചൗണിയൊക്കെ വളരെ കുറവാണല്ലേ? വളരെ കുറവാണ്. നല്ല ഓറഞ്ച് പോലത്തെ സൂപ്പർ എയർലിന്റെ അതേ കളറാണ്. ഓക്കെ. ടേസ്റ്റ് എങ്ങനെയുണ്ട് അത് നിങ്ങളാ പറയണ്ടത്. നല്ല മധുരമുള്ള ചക്കയാണ്. നല്ല സ്മെല്ലും ഉണ്ട്. തീർക്കാല്ലേ? കഴിച്ചു.